ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹാബത്തിഹി കുല്ലിഹിം അജ്മഈൻ അമ്മാ ബഅദ്. ഒന്നാമത്തെ മുഖദ്ദിമാത്ത് എന്ന സെഷനിലെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് ഹദീസ് ക്രോഡീകരണം, ചരിത്രവും നാൾവഴികളും എന്നതാണ്. പ്രധാനമായും വിമർശകർ ഉന്നയിക്കാറുള്ള ഹദീസിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള സംശയം ഉന്നയിക്കലിലെ ആദ്യത്തെ ഒരു പടിയാണ് ഹദീസിൻ്റെ ക്രോഡീകരണം ശരിയായ രൂപത്തിൽ നടന്നിട്ടില്ല എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ. ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല, കുറച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ക്രോഡീകരിച്ചത്, ചില ആളുകൾ അവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി ക്രോഡീകരിച്ചതാണ്, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞ് ഇമാം സുഹരിയാണ് ക്രോഡീകരിച്ചത്, രണ്ടര നൂറ്റാണ്ട് കഴിഞ്ഞ് ഇമാം ബുഖാരിയാണ് ക്രോഡീകരിച്ചത്, അതിനു മുമ്പുള്ള ക്രോഡീകരണങ്ങളൊന്നും നടന്നിട്ടില്ല എന്നിങ്ങനെയുള്ള വിമർശനങ്ങൾ ഈ മേഖലയിൽ നമ്മൾ പ്രമുഖമായി നേരിടുന്ന വിമർശനങ്ങളിൽപ്പെട്ടതാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹദീസുകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടോ എന്നതാണ്. ഇസ്ലാമികമായി ഹദീസുകൾ സംരക്ഷിക്കണം എന്നൊരാവശ്യമുണ്ടോ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പറഞ്ഞതായി വല്ലതും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? ഹദീസുകൾ സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇമാം തിർമിദി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഹദീസാണ് ഇവിടെ കാണുന്നത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്ന ഹദീസ്, അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുറഹ്മാൻ ഉദ്ധരിക്കുന്ന, തൻ്റെ സ്വന്തം ഉപ്പയായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാൻ, നല്ലറല്ലാഹു ഇംറഅൻ, അള്ളാഹു ഒരു മനുഷ്യന്റെ മുഖം പ്രകാശിപ്പിക്കട്ടെ, അവനെ അനുഗ്രഹിക്കട്ടെ, സമിഅ മഖാലത്തി, അവൻ എൻ്റെ വാക്കുകൾ കേട്ടു, ഹദീസുകൾ കേട്ടു, ഫവആഹ, എന്നിട്ട് അതിനെ മനസ്സിലാക്കി, അതിനെ മനഃപ്പാഠമാക്കി, മനസ്സിൽ ഉറപ്പിച്ചു, വഹഫിളഹ, അതിനെ ഹൃദിസ്ഥമാക്കി, ഹിഫ്ള് ചെയ്തു, വബല്ലഗഹ, പിന്നീട് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഹദീസ്. ഫറുബ്ബ ഹാമിലി ഫിഖ്ഹിൻ ഇലാ മൻ ഹുവ അഫ്ഖഹു മിൻഹു, ഒരുപക്ഷെ ഈ ഹദീസുകൾ മനഃപ്പാഠമാക്കി എത്തിച്ചു കൊടുക്കുന്ന ആൾ, അയാളെക്കാൾ ഫിഖ്ഹ്, ആ വിഷയത്തിലുള്ള അറിവ് ആ എത്തിച്ചു കൊടുക്കപ്പെട്ട ആൾക്ക് ഉണ്ടായേക്കാം. അഥവാ പിൽക്കാലക്കാർക്ക് ആ ഹദീസിൽ നിന്ന് ഈ എത്തിച്ചു കൊടുത്ത ആളേക്കാൾ പാഠങ്ങൾ ഒരുപക്ഷെ ലഭിച്ചേക്കാം, ഫിഖ്ഹുകൾ ലഭിച്ചേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ട് ഈ ഹദീസ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഹദീസുകൾ സംരക്ഷിക്കപ്പെടണം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ് ഈ ഒരു ഹദീസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതലുള്ള കാലഘട്ടത്തിൽ, ആ കാലം മുതലുള്ള ഹദീസ് സംരക്ഷണം എങ്ങനെയായിരുന്നു? ഹദീസുകൾ ഇപ്പോൾ ക്രോഡീകരണവുമായി ബന്ധപ്പെട്ടതാണല്ലോ നമ്മുടെ മേഖല. ഒന്ന് ഹിഫ്ളായിരുന്നു. പ്രധാനമായി അന്നത്തെ അറബികളുടെ അവരെല്ലാ കാര്യങ്ങളും, ദൈനംദിന ജീവിതത്തിൽ അവർ ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും അവർ മനഃപ്പാഠത്തിലൂടെയാണ്, പ്രധാനമായും മനഃപ്പാഠം അവലംബിച്ചുകൊണ്ടാണ് അവർ നിർവഹിച്ചിരുന്നത്. ഹദീസുകൾ മാത്രമല്ല, അതിനു മുൻപും കവിതകളായും അവരുടെ ജീവിത വ്യവഹാരങ്ങളിലെ ഓരോ കാര്യങ്ങളും അവർ മനഃപ്പാഠത്തെ ആശ്രയിച്ചുകൊണ്ടാണ് അവർ നിർവഹിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഹിഫ്ള് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഹദീസുകളുടെ സംരക്ഷണത്തിൽ. രണ്ടാമത്തേത് അൽ ഇത്തിബാ. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത് അതുപോലെ ജീവിതത്തിൽ പകർത്തി എന്നാണ്. മനസ്സിൽ പകർത്തിയതോടൊപ്പം ജീവിതത്തിൽ അത് പകർത്തുകയുണ്ടായി. ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ നിസ്കരിച്ചത് നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കുക. ഖുദൂ അന്നി മനാസിക്കക്കും, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്, ഹജ്ജിൻ്റെ മനാസിക്കുകൾ, ഹജ്ജിൻ്റെ വിവിധ കർമ്മങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക. അതൊക്കെ കണ്ടു മനസ്സിലാക്കി അത് ഇത്തിബാ ചെയ്ത് അതുപോലെ ചെയ്യണം, അത് അനുകരിച്ച് പിൻപറ്റി ചെയ്യണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരു സംഭവം നമുക്കിവിടെ കാണാം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന അവസാനത്തെ ഹദീസ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വർണം കൊണ്ടുള്ളൊരു മോതിരം ധരിച്ചു എന്നുള്ള ഹദീസാണ്. ഇത്തഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതമൻ മിൻ ദഹബിൻ, സ്വർണം കൊണ്ടുള്ള മോതിരം ധരിച്ചു. ഫത്തഖദന്നാസു ഖവാതീമ മിൻ ദഹബിൻ, അപ്പോൾ കൊണ്ടോ, അപ്പോൾ സ്വഹാബികൾ ഉടനെ അവരും റസൂലിനെ പിൻപറ്റിക്കൊണ്ട് സ്വർണ്ണ മോതിരം ധരിച്ചു. പിന്നെ സുമ്മ നബദഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഒഴിവാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇന്നി ലൻ അൽബസ്ഹു അബദൻ, ഞാൻ ഇനി ഒരിക്കലും ഇത് ധരിക്കില്ല. അപ്പോൾ ഫനബദന്നാസു ഖവാതീമ, ജനങ്ങളും അത് ഒഴിവാക്കി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതൊക്കെ മനഃപ്പാഠമാക്കുന്നതോടൊപ്പം തന്നെ സ്വന്തം ജീവിതത്തിൽ ആ പ്രവർത്തികൾ ഇത്തിബാ പിൻപറ്റുന്നതിലൂടെ അവർ സംരക്ഷിച്ചു എന്നാണ് പറഞ്ഞു വന്നത്. മൂന്നാമത്തേത് എഴുത്ത്. മൂന്നാമത്തേതിലാണ് നമ്മുടെ ഈ ക്രോഡീകരണം, ഈ രേഖ രൂപത്തിൽ ഹദീസുകൾ സംരക്ഷിക്കുക എന്നത് വരുന്നത്. ഇവിടെ വിമർശകർ ഉന്നയിക്കാറുള്ള പ്രധാനപ്പെട്ട പ്രശ്നം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഹദീസുകളൊന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. അന്ന് എഴുത്തത്ര വ്യാപകമല്ല, അന്ന് എഴുതാനുള്ള സാമഗ്രികൾ വ്യാപകമല്ല, അന്ന് എഴുത്ത് നടന്നിട്ടില്ല. ഒരു നൂറ്റാണ്ടോ രണ്ടോ നൂറ്റാണ്ടോ കഴിഞ്ഞിട്ടാണ് എഴുത്തുകൾ നടന്നത് എന്ന് വളരെ വ്യാജമായി ഉന്നയിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും.
അപ്പോൾ നമ്മൾ പരിശോധിക്കുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്തെങ്കിലും എഴുത്തുകൾ നടന്നിട്ടുണ്ടോ എന്ന്. നടന്ന എഴുത്തുകളുടെ, പ്രധാനപ്പെട്ട എഴുത്തുകളുടെ ഒരു ലിസ്റ്റാണ് നമ്മളിവിടെ കാണുന്നത്. അതിൽ ഒന്നാമത്തേത് സ്വാദിഖ എന്ന് പറയുന്ന ഒരു എഴുത്താണ്. സ്വഹീഫത്തു സ്വാദിഖ എന്നറിയപ്പെടുന്ന അബ്ദുല്ലാഹിബിനു അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ജീവിതകാലത്ത് പ്രവാചകന്റെ അനുവാദത്തോടു കൂടി ക്രോഡീകരിച്ച ഹദീസ് ഗ്രന്ഥമാണ് സ്വഹീഫത്തു സ്വാദിഖ. അത് അദ്ദേഹത്തിന്റെ അടുക്കൽ മരണം വരെ അദ്ദേഹത്തിന്റെ അടുക്കൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ അംർ ബിനു ഷുഐബ് എന്ന് പറയുന്ന വലിയ പണ്ഡിതന്റെ അടുത്തേക്ക് അത് വന്നു. ഇന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് വരാറുള്ള, സനദിൽ വരാറുള്ള ഒരു സനദിന്റെ ഒരു ഭാഗമാണ് അംർ ബിൻ ഷുഐബ് എന്ന മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഉപ്പയിൽ നിന്ന്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉപ്പുപ്പയിൽ നിന്ന്, അഥവാ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസുകൾ, ഒരുപാട് ഹദീസുകൾ ആ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തേത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹീഫയായിരുന്നു. സ്വഹീഫ എന്ന് പറഞ്ഞാൽ പേജ്, രേഖ, ഏട് എന്നൊക്കെ അർത്ഥം. അവരുടെയൊക്കെ ആ കാലത്ത് അങ്ങനെയായിരുന്നു അറിയപ്പെട്ടിരുന്നത്, സ്വഹീഫ. അവരെ എഴുതി ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ. അത് പ്രധാനമായും കൊലപാതകത്തിനുള്ള നഷ്ടപരിഹാരങ്ങൾ, പ്രായശ്ചിത്തങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകളായിരുന്നു. അതുപോലെ തന്നെ അടിമമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസുകൾ ക്രോഡീകരിച്ചതായിരുന്നു അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുകൾ. ഈ പ്രസന്റേഷനുകൾ PDF-കളായിട്ടൊക്കെ നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് പരിപാടിക്ക് ശേഷം ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രവാചകന്റെ കാലത്ത് നടന്ന മറ്റൊരു എഴുത്താണ്, മൂന്നാമത്തേതാണ് സ്വഹീഫത്തു സഅദ് ബിൻ ഉബാദ. സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു എഴുതി ക്രോഡീകരിച്ച, പ്രവാചകന്റെ ജീവിതകാലത്ത് എഴുതി ക്രോഡീകരിച്ച ഹദീസ് ഗ്രന്ഥം. ഇമാം തുർമിദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ അത് ഉദ്ധരിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ മകൻ അത് കണ്ടതായും ഒക്കെ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടുകൾ നമുക്കതിൽ കാണാൻ കഴിയും. അതുപോലെ നാലാമത്തെ ഒരു വിഭാഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പല സ്വഹാബികളെയും പല ആവശ്യങ്ങൾക്കായി നിയോഗിക്കാറുണ്ടായിരുന്നു. പ്രവാചകന്റെ ഒരു അമീറായി, ഒരു പ്രദേശത്തിന്റെ ഗവർണറായി, ഒരു പ്രദേശത്തിന്റെ സക്കാത്തുകൾ പിരിച്ചെടുക്കാനായി, അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതി നൽകിയ രേഖകൾ, അതൊക്കെ പ്രവാചകന്റെ കാലത്ത് നടന്ന ഹദീസ് സംരക്ഷണങ്ങളാണ്, സുന്നത്തിന്റെ സംരക്ഷണ രേഖകളാണ്. അഞ്ചാമത്തേതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ രാജാക്കന്മാർക്കും മുലൂക്കുമാർക്കും അതുപോലെ തന്നെ വിവിധ നാടുകളിലെ ഗോത്രത്തലവന്മാർ, അതുപോലെ രാജാക്കന്മാർ, അവർക്കൊക്കെ എഴുതിയത്. അതൊക്കെ എഴുത്തു രൂപത്തിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ പലതും ഹദീസ് ഗ്രന്ഥങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഉദ്ധരിക്കപ്പെട്ടതായും നമുക്ക് കാണാൻ കഴിയും. ആറാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നത്തെ കാലത്ത് എഴുതിയ കരാറുകൾ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എഴുത്തറിയില്ല എന്ന് നമുക്കറിയാം. പ്രവാചകൻ എഴുതി എന്ന് നമ്മളിവിടെ പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം കൂടെയുള്ള സ്വഹാബികളെ കൊണ്ട് എഴുതിപ്പിച്ചു എന്നാണ്. പ്രവാചകന് വഹി എഴുതാനുള്ള പ്രത്യേക സ്വഹാബികൾ ഉണ്ടായിരുന്നു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പോലെ, അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിനെ പോലെയൊക്കെയുള്ള സ്വഹാബികൾ. അപ്പോൾ ആറാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിയ കരാറുകൾ. ഉദാഹരണത്തിന് ഹുദൈബിയ സന്ധിയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ എഴുതുന്നുണ്ട് മക്കക്കാരുമായി. മദീനയിൽ ഹിജറ ചെയ്ത് എത്തിയപ്പോൾ അവിടെയുള്ള ജൂതന്മാരുമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാർ എഴുതും. ഈ നാട്ടിൽ ജീവിക്കേണ്ട ഓരോരുത്തരുടെ അവകാശങ്ങളെക്കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതൊക്കെ അന്ന് എഴുതപ്പെട്ട രേഖകളാണ്. ഏഴാമത്തേത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾക്ക്, ചില വ്യക്തികൾക്ക് മാത്രം എഴുതി കൊടുത്ത, ചില സ്വഹാബികൾക്ക് മാത്രം എഴുതി കൊടുത്ത കുറച്ച് രേഖകൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ജയിച്ചടക്കിയപ്പോൾ, ഹിജറ 8-ാം വർഷം മക്കം ഫത്ഹ് നടന്നപ്പോൾ പ്രവാചകൻ നടത്തിയ ഖുതുബ എഴുതി കൊടുക്കാൻ യമനിൽ നിന്നുള്ള അബൂഷാഹ് എന്ന് പറയുന്ന സ്വഹാബി ആവശ്യപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സ്വഹാബിയോട് പറഞ്ഞു, ഉക്തുബൂലി അബീഷാഹ്, നിങ്ങൾ അബൂഷാഹിന് ഞാൻ ഈ പറഞ്ഞ ഖുതുബ അതേപടി എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി കൊടുക്കാൻ അവിടെ കൽപ്പിക്കുകയും അത് എഴുതപ്പെടുകയും ചെയ്തു. ഇതൊക്കെ പ്രധാനപ്പെട്ട റസൂലിന്റെ ജീവിതകാലത്ത് നടന്ന രേഖപ്പെടുത്തലുകളാണ്, എഴുത്ത് രൂപത്തിൽ തന്നെയുള്ള രേഖപ്പെടുത്തലുകളാണ്. ഇനി സ്വഹാബിയുടെ കാലത്തേക്ക് വരാം. ഈ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എഴുത്ത് നടന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. സ്വഹാബികളുടെ കാലത്ത് എഴുത്ത് നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. സ്വഹാബികളുടെ കാലത്ത് പ്രധാനപ്പെട്ട സ്വഹാബികൾക്ക് ഹദീസ് ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അവർ സൂക്ഷിച്ചിരുന്ന ഹദീസ് ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹദീസുകളിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് എഴുതി കൊടുത്തതാണ് നമ്മൾ ഒന്നാമതായി കാണുന്ന ഉദാഹരണം. അദ്ദേഹത്തിന് സ്വദഖയുടെ, സകാത്തിന്റെ അതിൻ്റെ ഇനങ്ങളെക്കുറിച്ചും അതിൻ്റെ വിവിധ കാര്യങ്ങളെക്കുറിച്ചും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുതി കൊടുത്തിരുന്നു. ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹിൽ അത് ഉൾപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തേത് ഉമർ റളിയല്ലാഹു അൻഹു ഉത്ബത്ത് ബിൻ ഫർഖത്ത് എന്ന് പറയുന്ന മനുഷ്യന് കുറച്ച് ഹദീസുകൾ എഴുതി കൊടുത്തു. ഇമാം അഹ്മദിന്റെ മുസ്നദിൽ നമുക്കതിൻ്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും. മൂന്നാമത്തേത്
അലി റളിയല്ലാഹുവിൻ്റെ അടുക്കലുള്ള നമ്മൾ നേരത്തെ പറഞ്ഞ അത് അദ്ദേഹം ഈ കാലത്തും സൂക്ഷിച്ചു പോകുന്ന ഒന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാളിൻ്റെ ഉറയിലായിരുന്നു അദ്ദേഹം അത് സൂക്ഷിച്ചിരുന്നു. വളരെ ആദരവോടുകൂടി അദ്ദേഹം കൊണ്ടു നടക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കൊലപാതകവുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രായശ്ചിത്തവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ഉൾക്കൊള്ളുന്ന ആ രേഖ. നാലാമത്തേത്, കുറച്ച് സ്വഹാബികളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ എഴുതി വെക്കണമെന്ന്, അത് എഴുതി വെക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ ആ നിലപാടുള്ള കുറച്ച് സ്വഹാബികളുടെ പേരുകളാണ് നാലാമത്തേത് നമ്മൾ കാണുന്നത്. ഉദാഹരണത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മുആവിയത്ത് ബിൻ അബി സുഫിയാൻ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ അൽ ആസ്, അദ്ദേഹത്തിൻ്റെ സ്വഹീഫ നമ്മൾ മുമ്പ് എണ്ണുകയുണ്ടായി, ബറാ ബിൻ ആസിബ്, അനസ് ബിൻ മാലിക്, ഹസൻ ബിൻ അലി, അബ്ദുല്ലാഹി ബിൻ അബി ഔഫ. ഇവരൊക്കെ ഹദീസുകൾ എഴുതാൻ അനുവാദം നൽകുകയോ ഹദീസുകൾ എഴുതി വെക്കുകയോ ചെയ്ത സ്വഹാബികളായിരുന്നു. അവരുടെ പേരുകൾ മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇനി സ്വഹാബികൾ എഴുതിയ അവരുടെ അടുക്കലുണ്ടായിരുന്ന സ്വഹീഫകളുടെ അവർ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റാണ്. വളരെ സുദീർഘമായ ലിസ്റ്റാണ്, മുഴുവനായി വായിക്കാൻ സമയമുണ്ടാവില്ല. ഏതായിരുന്നാലും കുറച്ച്. ഒന്നാമത്തേത് സ്വഹീഫത്തു സഅദ് ബിൻ ഉബാദ. നമ്മൾ ഓരോ സ്വഹാബിയുടെയും പേര് കൊടുക്കുമ്പോൾ, അതുപോലെ തന്നെ ഓരോ പണ്ഡിതന്മാരുടെയും പേര് കൊടുക്കുമ്പോൾ അതിൻ്റെ സൈഡിൽ നമ്മൾ അവർ മരണപ്പെട്ട ഹിജറ വർഷം കൊടുക്കും. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏത് കാലഘട്ടത്തിലാണ് അവർ മരിച്ചത്. അതിനു മുമ്പായിരിക്കുമല്ലോ അവരുടെ ജീവിതകാലത്ത് ആ ക്രോഡീകരണങ്ങൾ നടന്നിട്ടുണ്ടാവുക. അപ്പോൾ സഅദ് ബിൻ ഉബാദ, അബ്ദുല്ലാഹി ബിൻ അബി ഔഫ, സമറത്ത് ബിൻ ജുന്ദും, അബൂ റാഫിയ റളിയല്ലാഹു അൻഹു, അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അങ്ങനെ തുടങ്ങി ഈ 10ഓളം ആളുകൾ വരുന്ന ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ വശത്ത് 10ാമത്തെ ആളെ നമ്മളൊന്ന് നോക്കുക. സ്വഹീഫത്തു സ്വഹീഹ ലി ഹമ്മാബ് ബിൻ മുനബ്ബിഹ്, 10ാമത്തെ ആൾ. ഹമ്മാബ് ബിൻ മുനബ്ബിഹ് എന്ന് പറയുന്ന ഹിജറ 131 മരണപ്പെട്ട താബിഈ പണ്ഡിതൻ. അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മാത്രം ഉദ്ധരിച്ച ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചു വെച്ചിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നേരിട്ട് റസൂലിൽ നിന്ന് കേട്ട്, അദ്ദേഹം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് കേട്ട് ക്രോഡീകരിച്ച് എഴുതിയ ഗ്രന്ഥങ്ങൾ അത് ഇന്നും നമുക്ക് ലഭ്യമാണ്. ഇന്ന് ഹദീസ് രംഗത്തെ ഏറ്റവും പഴക്കമുള്ള രേഖകളിൽ ഒന്നാണ് ആ രേഖ. അതിൻ്റെ ഫോട്ടോയാണ് നമ്മൾ അവിടെ കാണുന്നത്. അതിൻ്റെ PDF ആയിട്ട് നമുക്ക് ഇൻ്റർനെറ്റിലൊക്കെ ലഭ്യമാണ്. സ്വഹീഫത്തു ഹമ്മാബ് ബിൻ മുനബ്ബിഹ്, അദ്ദേഹം ഉദ്ധരിച്ചത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഇനി പ്രഥമമായി ഈ ഹദീസ് ക്രോഡീകരണ രംഗത്ത് ഒരു ഔദ്യോഗികമായ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ്. പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കാറുള്ളൊരു മേഖല കൂടിയാണത്. ആദ്യമായി ഹദീസുകൾ എഴുതി വെക്കാൻ കൽപ്പിച്ചത് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ആണ്. അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് ഇമാം സുഹരി ഹദീസുകൾ ക്രോഡീകരിച്ചത്. അതൊരു ആരോപണമാണ്. അതിൻ്റെ ആരോപണത്തിന് മുനയൊടിക്കുന്നതാണ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി വായിക്കാൻ കഴിയുന്ന ഇത്തരം സംഭവങ്ങൾ. നമ്മൾ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കൊടുക്കുമ്പോൾ അതിന് താഴെ ബ്രാക്കറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ സംഭവം ഉദ്ധരിച്ച പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ അവരുടെ ഗ്രന്ഥങ്ങളുടെ പേജ് നമ്പറുകളുമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പ്രഥമ ഔദ്യോഗിക ശ്രമം നടന്നത് ഹിജറ 65 മുതൽ ഹിജറ 85 വരെ ഈജിപ്തിലെ ഗവർണറായിരുന്ന അബ്ദുൽ അസീസ് ബിൻ മർവാൻ. ഉമവി ഭരണകാലമാണ് അന്നുണ്ടാകുക. ഖുലഫാഉർ റാഷിദുകളൊക്കെ കഴിഞ്ഞ് ഉമവികൾ ഭരിക്കുന്ന കാലത്ത് അബ്ദുൽ അസീസ് ബിൻ മർവാൻ എന്ന മിസ്റിലെ ഈജിപ്തിലെ ഗവർണർ, അദ്ദേഹം അന്നത്തെ ഖലീഫ അബ്ദുൽ മലിക് ബിൻ മർവാന്റെ സഹോദരൻ കൂടിയാണ്. അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അദ്ദേഹം ഈജിപ്തിൽ ഭരണം നടത്തുന്നത് 65 മുതൽ 85, 20 കൊല്ലം. അദ്ദേഹം ഹദീസുകൾ ക്രോഡീകരിക്കാൻ കസീർ ബിൻ മുറ അൽ ഹദ്റമി എന്ന് പറയുന്ന ഒരാൾക്ക് അദ്ദേഹം കത്തെഴുതി. അദ്ദേഹത്തിന്റെ പ്രത്യേകത, ബദറിൽ പങ്കെടുത്ത 70 സ്വഹാബികളെ കണ്ടയാളാണ് അദ്ദേഹം. അദ്ദേഹത്തോട് ഇദ്ദേഹം കത്തെഴുതുകയാണ്, നിങ്ങൾ ഈ ഹദീസുകൾ ക്രോഡീകരിക്കണം എന്ന് അദ്ദേഹം ഔദ്യോഗികമായ നിലയിൽ അദ്ദേഹത്തിന് കൽപ്പന നൽകുകയുണ്ടായി. പക്ഷേ ഇത് ക്രോഡീകരിച്ചോ എന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി പത്രങ്ങൾ എന്താണോ എന്ന് നമുക്ക് ലഭ്യമല്ല. അതന്ന് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയില്ല. ഔദ്യോഗിക ശ്രമം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഔദ്യോഗിക ശ്രമം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ മകൻ ഉമർ ബിൻ അബ്ദുൽ അസീസ്, 5ാം ഖലീഫ അല്ലെങ്കിൽ 2ാം ഉമർ എന്നൊക്കെ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ഖലീഫയായിരിക്കുമ്പോൾ നടത്തിയ കൽപ്പനയാണ്. അതാണ് രണ്ടാമത്തെ ഔദ്യോഗിക കൽപ്പന. ഒരു ഭരണകൂടം വളരെ വ്യവസ്ഥാപിതമായ രൂപത്തിൽ ഹദീസുകൾ ക്രോഡീകരിക്കാൻ നടത്തുന്ന ശ്രമമാണ്. അദ്ദേഹം ഖലീഫയായപ്പോൾ ഹിജറ 99, 101 ആ 2 വർഷമാണ് അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവ്. അദ്ദേഹം മദീനയുടെ ഗവർണറായിരുന്ന അബൂബക്കർ ബിനു ഹസ്ം എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം മദീനയിലുള്ള ഹദീസുകൾ മുഴുവൻ ക്രോഡീകരിക്കാൻ അദ്ദേഹം കത്തയച്ചു. അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ നമുക്കിവിടെ വായിക്കാനും കഴിയും. ഉൻദുറു ഇലാ ഹദീസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്മഉ, നിങ്ങൾ റസൂലിൻ്റെ ഹദീസുകൾ നിങ്ങൾ തിരഞ്ഞു കണ്ടെത്തണം.
ഫജ്മുഉ, അത് നിങ്ങൾ ക്രോഡീകരിക്കണം എന്ന് അവരോട് പറയുകയുണ്ടായി. പ്രധാനമായും അദ്ദേഹം ക്രോഡീകരിക്കാൻ ഉദ്ദേശിച്ചത് ഒന്ന് അമ്ര ബിൻത് അബ്ദുറഹ്മാൻ അൽ അൻസാരിയ, അതുപോലെ തന്നെ ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീബക്കർ എന്ന രണ്ട് പേരിൽ നിന്നുള്ള ഹദീസുകളാണ്. രണ്ട് താബിഈ മഹത്തുക്കളാണ്. ഒന്ന് അമ്ര ബിൻത് അബ്ദുറഹ്മാൻ, രണ്ട് ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബീബക്കർ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി. ഇവരുടെ പ്രത്യേകത, ഇവർ രണ്ടുപേരുമായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അവരുമായി സഹവസിക്കുകയും അവരിൽ നിന്ന് ഹദീസ് പഠിക്കുകയും ചെയ്ത ആളുകൾ. അതുകൊണ്ട് ഇവരെ ഹദീസുകൾ പ്രത്യേകം ക്രോഡീകരിക്കാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം മദീനയുടെ ഗവർണറായ അബൂബക്കർ ബിൻ ഹസ്മിന് മാത്രമല്ല, പ്രധാനപ്പെട്ട ഇസ്ലാമിക നഗരങ്ങളിലെ പണ്ഡിതന്മാർക്കൊക്കെ ഇദ്ദേഹം ഹദീസുകൾ ക്രോഡീകരിക്കാൻ കത്ത് അയക്കുകയുണ്ടായി എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അദ്ദേഹം കത്ത് അയച്ച് ആ കത്തിന് ഉപോത്ബലകമായി ആ കത്തിന് മറുപടിയായി ഹദീസ് ക്രോഡീകരിച്ചയാളാണ് പിന്നീട് ഹിജ്റ 124 മരണപ്പെട്ട മുഹമ്മദ് ഇബ്നു മുസ്ലിം ഇബ്നു ഷിഹാബ് അസ്സുഹരി. ഹിജ്റ 124 അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം ഈ ഹിജ്റ 99 മുതൽ 101 വരെയുള്ള 2 വർഷക്കാലത്തെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ഖലീഫയായിരിക്കുന്ന ആ സമയത്തെ കൽപ്പന പ്രകാരം ക്രോഡീകരിക്കുകയും ഹദീസുകൾ അദ്ദേഹത്തിന്റെ പരിശ്രമ ഫലമായി അദ്ദേഹം വ്യവസ്ഥാപിതമായി മദീനയിലുള്ള ഹദീസുകളൊക്കെ ക്രോഡീകരിക്കുകയും ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അത് അദ്ദേഹം അന്ന് കോപ്പിയെടുത്ത് പ്രധാനപ്പെട്ട ഇസ്ലാമിക നാടുകളിലേക്ക് അയക്കുകയും ചെയ്തു. ഇതൊരു ഔദ്യോഗിക ശ്രമമാണ്. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതുപോലെ നേരത്തെ ഒരു ക്രോഡീകരണവും നടന്നിട്ടില്ല. ഇമാം സുഹരിയാണ് ഇപ്പോൾ 1 നൂറ്റാണ്ട് കഴിഞ്ഞ് വന്ന് 1.25 നൂറ്റാണ്ട് കഴിഞ്ഞ് വന്ന് ആദ്യമായി ക്രോഡീകരിച്ചത് എന്നൊരു വാദം അത് ശരിയല്ല. നേരത്തെ സ്വന്തമായി ഹദീസ് ഗ്രന്ഥങ്ങളുള്ള സഹാബികളുടെ ലിസ്റ്റ് നമ്മളിവിടെ കൊടുത്തിരുന്നു. അത് ഇന്ന് ലഭ്യമായ ഹമ്മാം ഇബ്നു മുനബ്ബിഹ് റഹിമഹുല്ലയെ പോലെയുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നേരിട്ട് ഉദ്ധരിക്കുന്ന ഹദീസുകൾ ഇന്ന് പോലും നമുക്ക് ലഭ്യമായ ഇവിടെ ഫോട്ടോ നമ്മളിവിടെ കണ്ടതുമാണ്. ഇനി താബിഈങ്ങളുടെ കാലശേഷം ഒരു ഹിജ്റ 1 നൂറ്റാണ്ടൊക്കെ കഴിഞ്ഞു 2-ാം നൂറ്റാണ്ടിൽ നടന്ന ക്രോഡീകരണങ്ങൾ, ആ നൂറ്റാണ്ടിൽ ഹദീസുകൾ ക്രോഡീകരിച്ച താബിഈ പണ്ഡിതന്മാരുടെ ലിസ്റ്റാണ്. മുഴുവൻ വായിക്കാൻ നമുക്ക് സമയമില്ല, എന്നാലും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രമുഖരായ താബിഈ പണ്ഡിതന്മാർ അടക്കമുള്ള വളരെ വിശാലമായ ലിസ്റ്റാണ്. സയ്യിദ് ഇബ്നു ജുബൈർ, സയ്യിദ് ഇബ്നുൽ മുസയ്യബ്, അവരുടെയൊക്കെ മരണകാലഘട്ടം നോക്കുക. ഹിജ്റ 94, 105, 110, 103, 112, 114 അങ്ങനെ തുടങ്ങി വളരെ വിശാലമായ താബിഈങ്ങളുടെ കാലത്ത് ഹദീസ് ക്രോഡീകരണം, രേഖാരൂപത്തിൽ തന്നെ ഹദീസുകൾ ക്രോഡീകരണം വളരെ വ്യവസ്ഥാപിതമായി നടന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും കഴിയും. ആമിർ അഷ്ശഅബി, വഹാഖ് റഹിമഹുല്ല, ഹസനുൽ ബസരി, മുജാഹിദ് റഹിമഹുല്ല, റജാ ഇബ്നു ഹൈവ, അതാ ഇബ്നു അബി റബാഹ്, നാഫിഅ, ഇമാം ഖത്താദ, അതുപോലെ അങ്ങനെ വളരെ നീണ്ടുപോകുന്ന ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. ഇനി താബിഈങ്ങളുടെ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് നേരത്തെയുള്ള ലിസ്റ്റിന്റെ ബാക്കിയാണ് ഈ ലിസ്റ്റ്. നേരത്തെയുള്ള വളരെ വിശാലമായ ലിസ്റ്റാണിത്. താബിഈ കാലത്തുള്ള ഹിജ്റ 2-ാം നൂറ്റാണ്ടിലാണ് നടക്കുന്നത്. ഇമാം ബുഖാരിയൊക്കെ ഈ ചരിത്രത്തിൽ തന്നെ ഇല്ല. ഹിജ്റ 2-ാം നൂറ്റാണ്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഹിജ്റ ബാക്കി ലിസ്റ്റാണ് നമ്മൾ കാണിക്കുന്നത്. ഇമാം സൗരി, ഇമാം സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി അലൈഹി, ലൈസ് ഇബ്നു സഅദ്, അദ്ദേഹം ഈ ഒരു ലിസ്റ്റിന്റെ പ്രത്യേകത സ്ഥലങ്ങൾ കൂടി കൊടുത്തിട്ടുണ്ട്. ഇമാം സുഫിയാനു സൗരി അദ്ദേഹം കൂഫയിലായിരുന്നു, കൂഫയിലുള്ള ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചു. ലൈസ് ഇബ്നു സഅദ് അദ്ദേഹം മിസ്റിലായിരുന്നു, ഈജിപ്തിലായിരുന്നു. അബൂ സലമ അദ്ദേഹം ബസറയിലായിരുന്നു. ഇമാം മാലിക് അദ്ദേഹം മദീനയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേര് നമുക്കറിയാം, അൽ മുവത്ത എന്ന് പറയുന്ന ഗ്രന്ഥം ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ്. അതുപോലെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് അദ്ദേഹം ഖുറാസാനിലായിരുന്നു. ഹുഷൈം ഇബ്നു ബഷീർ റഹ്മത്തുള്ളാഹി അലൈഹി വാസിത്തിലായിരുന്നു. ജരീർ ഇബ്നു അബ്ദുൽ ഹമീദ് അൽ ലബ്ബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം റയ്യ് എന്ന് പറയുന്ന പ്രദേശത്തിലായിരുന്നു. അങ്ങനെ വളരെ വിശാലമായ താബിഈ ഹിജ്റ 2-ാം നൂറ്റാണ്ടിൽ തന്നെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ രചയിതാക്കളുടെ പേരുകളാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി താബിഈങ്ങളുടെയും കാലം കഴിഞ്ഞ് ഹിജ്റ 3-ാം നൂറ്റാണ്ടിലുള്ള ഹദീസ് ക്രോഡീകരിച്ച സ്വന്തമായി ഹദീസ് ഗ്രന്ഥങ്ങളുള്ള പണ്ഡിതന്മാരുടെ താബിഈങ്ങളായ പണ്ഡിതന്മാരുടെ ലിസ്റ്റാണ്. ആദ്യമായി അബ്ദുൽ മലിക് ഇബ്നു അബ്ദുറഹ്മാൻ, അതും ഹിജ്റ 200-ൽ മരണപ്പെട്ട. അതുപോലെ തന്നെ ഇമാം അബൂദാവൂദ് ത്വയാലിസി, ഇമാം അബ്ദുർ റസാഖ് അദ്ദേഹത്തിൻ്റെ മുസന്നഫ് ഇന്നും നമുക്ക് ലഭ്യമാണ്. മുഹമ്മദ് ബിൻ യൂസുഫ് അൽ ഫിരിയാബി, അസദ് ബിൻ മൂസ അൽ ഉമവി, അങ്ങനെ തുടങ്ങി ഹിജ്റ 200, 211, 212 അങ്ങനെ അവരുടെ മരണവർഷങ്ങൾ നോക്കിയാൽ ഹിജ്റ 259 വരെ, ഹിജ്റ 259 വരെയുള്ള പണ്ഡിതന്മാരുടെ ലിസ്റ്റുകൾ വളരെ പ്രധാനപ്പെട്ട ഇന്നും ലഭ്യമായ പരമാവധി ഇന്നും ലഭ്യമായ ഗ്രന്ഥങ്ങളുടെ ഉടമകളെയാണ് നമ്മുടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നും നമുക്ക് ഇവരുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ് എന്ന് ചുരുക്കാം. അപ്പോൾ ഹിജ്റ 3-ാം നൂറ്റാണ്ടിലും ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ ഈ ലിസ്റ്റിലെ അവസാനത്തിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം ബുഖാരി ഹിജ്റ 256-ൽ മരണപ്പെട്ട ഇമാം അൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിന് ശേഷവും ഒരുപാട് പണ്ഡിതന്മാരുണ്ട്, ഒരു പണ്ഡിതനെ മാത്രം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ. അപ്പോൾ
അദ്ദേഹമല്ല ആദ്യമായി ഹദീസുകൾ ക്രോഡീകരിച്ചത് എന്ന് ഈ ഒരു ലിസ്റ്റ് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തിന് മുൻപ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം മുതൽ തുടങ്ങിയ ക്രോഡീകരണം എന്ന മഹത്തായ ഒരു പ്രക്രിയ താബിഈങ്ങളിലൂടെ, സ്വഹാബികളിലൂടെ, പ്രവാചകന്റെ മരണശേഷം സ്വഹാബികളിലൂടെ, അവരിൽ നിന്ന് താബിഈങ്ങളിലൂടെ, തബഉ താബിഈങ്ങളിലൂടെ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 256 മരണപ്പെടുന്നതിന് മുമ്പ് എത്രയോ ഗ്രന്ഥങ്ങൾ, സ്വന്തമായി ഹദീസ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്ന, സ്വഹീഫകൾ ഉണ്ടായിരുന്ന സ്വഹാബികൾ, സ്വന്തമായി ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്ന, മുസന്നഫുകൾ ഉണ്ടായിരുന്ന, മുവത്തകൾ ഉണ്ടായിരുന്ന താബിഈ പണ്ഡിതന്മാർ, അങ്ങനെ വളരെ വിശാലമായ ലിസ്റ്റ് തന്നെ ഈ ഒരു ആരോപണത്തിന് മുനയൊടിക്കാൻ പര്യാപ്തമായതാണ്. ഇനി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജനിച്ചില്ലായിരുന്നു എങ്കിൽ എന്നൊരു ചോദ്യമാണ്. ഇമാം ബുഖാരി ജനിച്ചില്ലായിരുന്നെങ്കിൽ ഹദീസുകളൊക്കെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നു. ഹിജറ 256 ഇമാം ബുഖാരി എന്നൊരു മനുഷ്യൻ ഈ ലോകത്തില്ല. സ്വഹീഹുൽ ബുഖാരി എന്നൊരു പുസ്തകം, എന്നൊരു ക്രോഡീകരണ ഗ്രന്ഥം, ഹദീസ് ഗ്രന്ഥം ഈ ലോകത്തില്ല എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ഹദീസുകൾ നഷ്ടപ്പെടുമോ? ഇല്ല എന്നതാണ് ഉത്തരം. ഇല്ല. കാരണം ഇത്രയും ഹദീസ് ക്രോഡീകരണ ഗ്രന്ഥങ്ങൾ അതിൻ്റെ ഉടമകളെ നമ്മൾ പരിചയപ്പെടുകയുണ്ടായി. ഇനി നമുക്ക് ഓരോന്നായി ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് മുമ്പ് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 20 ഗ്രന്ഥങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയിൽ ഉൾക്കൊള്ളുന്ന ഹദീസിലെ എണ്ണമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ മുസ്നദുൽ ഇമാം അബി ഹനീഫ 500 ഹദീസുകൾ. ഇമാം മഅ്മർ ഇബ്നു റാഷിദിന്റെ ജാമിഅ 21,033 ഹദീസുകൾ. ഇമാം മാലിക്കിന്റെ മുവത്ത 3676 ഹദീസുകൾ. അതുപോലെ തന്നെ അസ്സുഹുദു വർ റഖായിഖ് എന്ന് പറയുന്ന അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥം 1627 ഹദീസുകൾ. ഇമാം ഇബ്നു വഹബിന്റെ ജാമിഅ ലിബ്നു വഹബ് 717 ഹദീസുകൾ. ഇമാം ഷാഫിഈയുടെ മുസ്നദ് 709 ഹദീസുകൾ. നേരത്തെ നമ്മൾ വായിച്ച ഇമാം അബൂദാവൂദ് ത്വയാലിസിയുടെ മുസ്നദ് 2890 ഹദീസുകൾ. നേരത്തെ നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് തന്നെയായ അബ്ദുറസാഖ് ബിൻ ഹുമാം റഹ്മത്തുള്ളാഹിയുടെ മുസന്നഫ് ഇന്നും നമുക്ക് ലഭ്യമാണ്. 19,418 ഹദീസുകൾ. കിതാബുൽ ആസാർ 2 പണ്ഡിതന്മാരുടെ, ഒന്നിൽ 1067 ഹദീസുകളും ഒന്നിൽ 268 ഹദീസുകളും. ആദ്യത്തേത് ഇമാം അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും രണ്ടാമത്തേത് ഇമാം മുഹമ്മദ് ബിൻ ഹസൻ ഷെയ്ബാനിയുടേതുമാണ്. അതുപോലെ തന്നെ ഇമാം ഹുമൈദി, മൂന്നാമത് കാണുന്ന ഇമാം ഹുമൈദി ഇമാം ബുഖാരിയുടെ ഉസ്താദാണ്. അദ്ദേഹത്തിന്റെ മുസ്നദ് 1137 ഹദീസുകൾ. അതുപോലെ തന്നെ ഇമാം ഖാസിം ബിൻ സല്ലാമിന്റെ കിതാബു ത്വഹൂർ 419 ഹദീസുകൾ. കിതാബുൽ ഫിത്തൻ ഇമാം മർവസി റഹ്മത്തുള്ളാഹിയുടെ 2001 ഹദീസുകളുള്ള നുഐം ഇബ്നു ഹമ്മാദ് റഹ്മത്തുള്ളാഹിയുടെ കിതാബുൽ ഫിത്തൻ. ഇമാം ഇബ്നു അബീ ഷൈബയുടെ മുസ്നദ് 998 ഹദീസുകൾ. ഇമാം അഹ്മദിന്റെ മുസ്നദ് 27,647 ഹദീസുകൾ. ഇമാം സയ്യിദ് ബിൻ മൻസൂറിന്റെ സുനൻ, അദ്ദേഹത്തിന്റെ സുനനിൽ 2978 ഹദീസുകൾ. ഇമാം അലി ഇബ്നു ഹജർ അസ്സഅദി റഹ്മത്തുള്ളാഹിയുടെ ഹദീസ് എന്ന് പറയുന്ന ഗ്രന്ഥം 477 ഹദീസുകൾ. ഇമാം ഇസ്ഹാഖ് ബിൻ റാഹവൈഹി ഇമാം ബുഖാരിയുടെ ഉസ്താദും ഇമാം ബുഖാരി സ്വഹീഹ് രചിക്കാൻ കാരണക്കാരിൽ ഒരാളുമായ മഹാനായ പണ്ഡിതൻ, അദ്ദേഹത്തിന്റെ മുസ്നദ് 980 ഹദീസുകൾ. ഇമാം ഇസ്മായിൽ ബിൻ ജാഫർ റഹ്മത്തുള്ളാഹിയുടെ ഹദീസ് ക്രോഡീകരണ ഗ്രന്ഥം 477 ഹദീസുകൾ. അങ്ങനെ ഇമാം ബുഖാരിക്ക് മുമ്പ് ഹദീസ് ക്രോഡീകരിച്ച 20 പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ മാത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ 89,220 ഹദീസുകൾ ഈ ഗ്രന്ഥത്തിൽ മാത്രം നമുക്ക് കാണാൻ കഴിയും. നേരത്തെ നമ്മൾ പറഞ്ഞ വളരെ വിശാലമായ ലിസ്റ്റിൽ നിന്നുള്ള ഇന്നും ലഭ്യമായ പ്രധാനപ്പെട്ട 20 ഗ്രന്ഥങ്ങളുടെ മാത്രം വിവരണങ്ങളാണ് നമ്മളിവിടെ വായിച്ചത്. അതിൽ തന്നെ 89,220 ഹദീസുകളുണ്ട് എന്ന് ചുരുക്കം. അപ്പോൾ ഇമാം ബുഖാരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ലോകത്ത് ഇല്ലായിരുന്നെങ്കിൽ, സഹീഹുൽ ബുഖാരി എന്നൊരു ഗ്രന്ഥം ഈ ലോകത്ത് ഇല്ലായിരുന്നെങ്കിൽ ആ ഹദീസുകളൊന്നും നമുക്ക് നഷ്ടപ്പെടാതെ പോകുമായിരുന്നില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. എല്ലാം നമുക്ക് ലഭിക്കുമായിരുന്നു എന്ന് ചുരുക്കം. അത് മനസ്സിലാക്കി തരുന്ന ഒരു സ്ലൈഡ് കൂടി നമുക്ക് കാണിക്കാം. അത്ഭുതപ്പെടുത്തുന്ന ഒരു കൃത്യതയാണ് നമുക്ക് ഈ ഹദീസുകളുടെ സനദിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സനദുകളിൽ ഒരു അബദ്ധം പോലും, ഇപ്പൊ നമ്മൾ ആദ്യം കാണുന്ന ഇമാം സഹീഹുൽ ബുഖാരി എന്നൊരു ഭാഗമാണ്. അതിലൊരു സനദ് നിങ്ങൾക്ക് ഒരു ഹദീസ്, ആ ഒരു ഹദീസ് ഖാല ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ യൂസുഫ്. ഒന്നാമത്തെ തുടക്കത്തിൽ നമ്മൾ വായിക്കാൻ ഖാല അഖ്ബറന മാലിക്കുൻ അൻ ഇബ്നു ശിഹാബിൻ അൻ അബി ഇദ്രീസ് അൽ ഖൗലാനി അൻ അബി സഅലബത റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ അൻ അക്ലി കുല്ലി ദീ നാബിൻ മിനസ് സിബ. അങ്ങനെ ഒരു വന്യമൃഗങ്ങളെ, നഖങ്ങളുള്ള വന്യമൃഗങ്ങളെ കഴിക്കുന്നതിൽ നിന്ന് വിരോധിക്കുന്ന ഹദീസാണ്. അതിന്റെ സനദ് നിങ്ങൾ നോക്കുക. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന സനദ്, ഇതേ ഹദീസ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ബുഖാരി കണ്ടിട്ട് പോലും ഇല്ലാത്ത,
ഇമാം ബുഖാരിയുടെ ഉസ്താദിന്റെ ഉസ്താദായ മാലിക് റഹ്മത്തുള്ളാഹിയുടെ മുവത്തയിൽ, അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പേ എഴുതപ്പെട്ട മുവത്തയിൽ ഉദ്ധരിക്കുന്ന ഇതേ ഹദീസ്. അതിന്റെ സനദ് നോക്കൂ. ഖാല ഹദ്ദത്തനി യഹ്യ അൻ മാലിക്കിൻ, ഇമാം മാലിക്കിൽ നിന്നാണ് അത് തുടങ്ങുന്നത്. ആ സനദ് മാലിക് റഹ്മത്തുള്ളാഹിയുടെ മുവത്തയിൽ നിന്ന് തുടങ്ങുന്ന അൻ ഇബ്നു ശിഹാബ്. നേരത്തെ നമ്മൾ നോക്കുക, ഇമാം മാലിക് ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ച സനദിൽ നോക്കിയാൽ അദ്ദേഹം ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന് തൊട്ട് മുകളിലുള്ള ഉസ്താദ് അബ്ദുല്ലാഹി ബിൻ യൂസുഫ്, അദ്ദേഹത്തിന്റെ ഉസ്താദ് ഇമാം മാലിക്. അത് മുതലാണ് നമ്മൾ ഇമാം മാലിക്കിനെ മുവത്തയിൽ കാണുക. എന്നാൽ അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണല്ലോ. ഇമാം മാലിക് അൻ ഇബ്നു ശിഹാബ് അൻ അബി ഇദ്രീസ് അൽ ഖൗലാനി അൻ അബി സഅലബത്ത് അൽ ഖുശനി. അങ്ങനെ വളരെ കൃത്യമായി സ്വഹാബികളും താബികളും ഒക്കെ വളരെ കൃത്യമായി തന്നെ ഹദീസുകൾ അവർ രേഖപ്പെടുത്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി ലോകത്തില്ലായിരുന്നെങ്കിൽ പോലും ആ ഹദീസുകളും നമുക്ക് നഷ്ടപ്പെടില്ല. ഇമാം ബുഖാരി കൊണ്ടുവന്ന അതേ സനദിലൂടെ തന്നെ മുൻകാല പണ്ഡിതന്മാർ ആ ഹദീസുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി ചില ആളുകൾ ആരോപണമായി പറയാറുള്ളത്, ഒരു സംശയം ഉന്നയിക്കാറുള്ളത്, ഹദീസുകൾ എഴുതി വെക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ടോ എന്നാണ്. വിലക്കിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. വിലക്ക് ഹദീസുകൾ എഴുതി വെക്കാൻ പാടില്ല എന്ന് സ്വഹീഹായി വന്നിട്ടുണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ലാ തക്തുബു അന്നി ഒമൻ കതബ അന്നി ഗൈറൽ ഖുർആൻ ഫല്യംഹു. നിങ്ങൾ എന്നിൽ നിന്ന് ഒന്നും എഴുതി വെക്കരുത്, എന്നിൽ നിന്ന് ഖുർആൻ അല്ലാത്തതെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾ മായ്ച്ചു കളയണം എന്ന് പറയുന്ന ഹദീസ്. അത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അപ്പോൾ അത് സ്വഹീഹാണ്. ഇനി നമ്മൾ ഒന്നുകൂടി പരിശോധിച്ച് നോക്കാം. ഈ വിലക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എഴുതി വെക്കണം എന്ന് പറഞ്ഞു എഴുതി വെക്കുന്നത് അനുവദിക്കുന്ന ഹദീസുകളും പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഹദീസുകളാണ് നമ്മൾ അടുത്തത് ഉൾപ്പെടുത്തുന്നത്. നമ്മൾ സ്വഹീഫത്തു സ്വാദിഖ എന്ന് പറയുന്ന സ്വന്തമായി ഗ്രന്ഥമുണ്ടായിരുന്ന അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ സംഭവമാണ് നമ്മളിവിടെ ഹദീസായി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം പറയാണ്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് എല്ലാം എഴുതി വെക്കുമായിരുന്നു. അപ്പൊ ഖുറൈശികളായ ആളുകൾ എന്നെ തടഞ്ഞു. കുന്തു അക്തുബു കുല്ല ഷൈഇൻ അസ്മഉഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാം ഞാൻ എഴുതി വെക്കുമായിരുന്നു. ഖുറൈശികൾ എന്നെ തടഞ്ഞു. അവർ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണല്ലോ, യതകല്ലമു ഫിൽ ഗളബി വരിള, ദേഷ്യമുണ്ടാകും, സന്തോഷമുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ പറയുന്നതൊക്കെ എഴുതി വെക്കേണ്ടതില്ലല്ലോ, ഒരു സാധാരണ മനുഷ്യനും കൂടിയാണല്ലോ റസൂൽ. ഫഅംസക്തു അനിൽ കിതാബ്, അങ്ങനെ ഞാൻ എഴുതി വെക്കൽ നിർത്തി. എന്നിട്ട് ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, പ്രവാചകന്റെ വിരൽ കൊണ്ട് വായിലേക്ക് ചൂണ്ടിക്കൊണ്ട്, ഫഔമ ബി ഇസ്ബഇഹി ഇലാ ഫീഹി, വായിലേക്ക് ചൂണ്ടിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഉക്തുബ്, നീ എഴുതിക്കൊള്ളുക, ഫവല്ലദി നഫ്സി ബിയദി, അല്ലാഹുവാണ് സത്യം, മാ യഖ്റുജു മിൻഹു ഇല്ലാ ഹഖ്, എന്റെ വായിൽ നിന്ന് ഇതിൽ നിന്ന് ഹക്കല്ലാതെ മറ്റൊന്നും പുറപ്പെടുകയില്ല എന്ന് ഇമാം അബൂദാവൂദും അത് ഇമാം അഹ്മദും ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ ഹദീസ്, അദ്ദേഹം പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരിൽ ഏറ്റവും കൂടുതൽ ഹദീസുകൾ, എന്നെക്കാളും ഏറ്റവും കൂടുതൽ ഹദീസുകളുള്ള ആരുമില്ല, അബ്ദുല്ലാഹി ബിൻ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ആ പുസ്തകമുണ്ടല്ലോ അതൊഴികെ. കാരണം അദ്ദേഹം ഫൈനഹു കാന യക്തുബ്, അദ്ദേഹം എഴുതാറുണ്ടായിരുന്നു, വല അക്തുബ്, ഞാൻ എഴുതാറുണ്ടായിരുന്നില്ല എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദത്തോടുകൂടി അദ്ദേഹം എഴുതിയിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫത്ഹു മക്കയുടെ സമയത്ത് അബൂഷാഹ് എന്ന് പറയുന്ന യമനിയായ മനുഷ്യൻ റസൂലിനോട് ആ ഖുതുബ എഴുതിത്തരാൻ ആവശ്യപ്പെട്ടു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉക്തുബൂലി അബീഷാഹ്, നിങ്ങൾ അബൂഷാഹിന് എഴുതി കൊടുക്കൂ എന്ന് പറയുന്ന ഹദീസ്. അതൊക്കെ വിലക്കിയ അതേ പ്രവാചകൻ തന്നെ എഴുതാൻ അനുമതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്ന ഹദീസുകളാണ്. ഇനിയും ഒരു ഹദീസ് കൂടി നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണസന്ദർഭത്തിൽ, അവസാന കാലത്ത് മരണസന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ആവശ്യപ്പെട്ടു, ആതൂനി ബി കിതാബിൻ അക്തുബു ലക്കും കിതാബൻ ലാ തദില്ലു ബഅദ, നിങ്ങൾ എനിക്ക് എഴുതാനുള്ള സാമഗ്രികൾ കൊണ്ടുവരും, ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാൻ വേണ്ടി കൽപ്പിക്കാം, എഴുതിത്തരാം, അത് ശേഷം നിങ്ങൾ വഴിപിടിച്ചു പോവുകയില്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ എഴുതിത്തരാം എന്ന് പറയുന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന, ഇമാം മുസ്ലിമും ഉദ്ധരിച്ച ഹദീസ്, എഴുതിത്തരാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയുന്നതായി കാണാൻ കഴിയും. അപ്പോൾ എന്താണ് യാഥാർത്ഥ്യം എന്നാണ്, എഴുതി വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ സംശയമാണ്. വിലക്കിയ പ്രവാചകങ്ങളുടെ ഹദീസ് സ്വഹീഹാണ്, അനുമതി നൽകിയ ഹദീസുകളും സ്വഹീഹാണ്. എന്താണ് അതിലുള്ള യാഥാർത്ഥ്യം? എഴുതി വെക്കാൻ പറ്റും എന്നതാണ് ശരി. എഴുതി വെക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ്. അതിലുള്ള ഒന്നാമത്തെ തെളിവ് നമ്മൾ നേരത്തെ അബ്ദുൽ മാലിക് സലഫി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ, ലാ തക്തുബു അന്നി, നിങ്ങൾ എന്നിൽ നിന്ന് എഴുതി വെക്കരുത് എന്ന ഹദീസ് തന്നെയാണ്. അത് തന്നെ എഴുതിയ രൂപത്തിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് തന്നെ നമുക്ക് ഇന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ആ എഴുതരുത് എന്ന് പറയുന്ന ഹദീസ് തന്നെ നമുക്ക് ഇന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ കഴിയും. പിന്നെ പല രൂപത്തിൽ പണ്ഡിതന്മാർ ഈ വിലക്കിനെയും അനുമതിയെയും സമീപിച്ചിട്ടുണ്ട് പല അഭിപ്രായങ്ങളിലൂടെ. ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഖുർആനുമായി അത് കൂടിക്കലരും, അതുകൊണ്ട് തന്നെ ഖുർആൻ അന്ന് പ്രവാചകന്റെ കാലത്ത് ക്രോഡീകരിച്ചിട്ടില്ലല്ലോ, അപ്പോൾ അത് എഴുതാൻ പാടില്ല. ആ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതരുത് എന്ന് പറഞ്ഞതാണ്.
ഖുർആൻ ക്രോഡീകരണം നടന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഖുർആനുമായി കൂടിക്കലരുമോ എന്നുള്ള ആശങ്ക കൊണ്ട് എഴുതരുത് എന്ന് പറഞ്ഞു എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെ ഖുർആൻ ഒഴിവാക്കി ഹദീസുകൾ മാത്രം ഒരു ഗ്രന്ഥരൂപത്താണ്. ഗ്രന്ഥങ്ങൾ കുറവാണ്. ഖുർആനെ പോലെയുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് ഗ്രന്ഥരൂപത്തിലുള്ളത്, മറ്റ് ഗ്രന്ഥങ്ങൾ കുറവാണ്. അപ്പോൾ പുതിയ ഗ്രന്ഥം ഉണ്ടായിക്കഴിഞ്ഞാൽ ഹദീസുകൾ പഠനത്തിൽ ഏർപ്പെട്ട അവസാനം ഖുർആനെ ഒഴിവാക്കി കളയുമോ എന്നൊരു ആശങ്ക ഉണ്ടാകുമോ എന്ന് തോന്നിയത് കാരണത്താണ് അങ്ങനെ പറഞ്ഞത്. ഇമാം റാമഹുറുംസി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ അഭിപ്രായമൊക്കെ ഈ രൂപത്തിലാണ്. ഹദീസ് വിജ്ഞാന രംഗത്ത് ഹദീസിന്റെ സാങ്കേതിക ശബ്ദങ്ങളിൽ മുസ്തലഹുൽ ഹദീസിൽ ആദ്യ ഗ്രന്ഥം രചിച്ച പണ്ഡിതൻ കൂടിയാണ് ഇമാം റാമഹുർമുസി റഹ്മത്തുല്ലാഹി അലൈഹി. അതുപോലെ തന്നെ മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഖുർആൻ എഴുതി വെക്കരുത് എന്ന് പറഞ്ഞത് ഖുർആനും ഹദീസും കൂടി, ഹദീസുകൾ എഴുതി വെക്കരുത് എന്ന് പറഞ്ഞത് ഖുർആനും ഹദീസും കൂടി ഒറ്റ രേഖയിൽ തന്നെ, ഒറ്റ പേജിൽ തന്നെ എഴുതരുത് എന്ന അർത്ഥത്തിലാണ്. രണ്ടും കൂടി കലരും എന്ന അർത്ഥത്തിൽ. ഖുർആൻ വേറിട്ട് മനസ്സിലാക്കാൻ കഴിയുകയില്ല, രണ്ടും ഒരേപോലെ മനസ്സിലാക്കപ്പെടും എന്ന അർത്ഥത്തിൽ ഇമാം ഖത്താബിയൊക്കെ ഈ ഒരു അഭിപ്രായം സ്വീകരിക്കുന്ന ആളാണ്. അപ്പോൾ ഇനിയും നാലാമതായ ഒരു അഭിപ്രായം കൂടിയുള്ളത് ഈ വിധി ദുർബലമാക്കപ്പെട്ടു എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുതി വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ വിധി നസ്ഖ് ചെയ്യപ്പെട്ടു, അസാധുവാക്കപ്പെട്ടു. ഇമാം ഇബ്നു ഖുതൈബ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ് ഈ ഒരു അഭിപ്രായം. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് മുമ്പ് എഴുതി വെക്കാൻ അനുമതി നൽകപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇസ്ലാമിക സമൂഹത്തിൽ നിലപാടുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്ന 2 ഹദീസുകളാണ് അതിനുള്ള തെളിവ്. അവസാന കാലത്ത് പ്രവാചകൻ മരണപ്പെടുമ്പോൾ എന്തായിരുന്നു നിലപാട്? എഴുതാൻ പറ്റുമെന്നോ പാടില്ല എന്നോ? അതിൽ ഒന്നാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫത്ഹു മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന കാലത്താണല്ലോ. ഹിജ്റ 8-ാം വർഷമാണ് ഫത്ഹു മക്ക ഉണ്ടായിരുന്നത്. അപ്പോൾ പ്രവാചകന്റെ ജീവിതം അവസാന കാലത്തേക്ക് എത്താറായി. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലപാട് എന്താണ്? ഉക്തുബു ലി അബി ഷാഹിൻ, നിങ്ങൾ അബൂ ഷാഹിൻ എഴുതി കൊടുക്കുക. അപ്പോൾ ഹിജ്റ 8-ാം വർഷമാണ് നടന്നത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉദ്ധരിച്ച പ്രവാചകന്റെ മരണസമയത്ത്, മരണാസന്ന സമയത്ത് നിങ്ങൾ എനിക്ക് എഴുതാനുള്ള സാമഗ്രികൾ കൊണ്ടുപോയി ഞാൻ എഴുതി തരാം എന്ന് പറഞ്ഞ ആ ഹദീസും. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് അവസാന കാലത്തെ ഇസ്ലാമിന്റെ നിയമം, പ്രവാചകന്റെ നിയമം എഴുതാൻ അനുമതി ഉണ്ടായിരുന്നു എന്ന നിയമമായിരുന്നു, വിലക്കുള്ള നിയമമായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇനി ചില ആളുകൾ പറയാറുള്ളത് സ്വഹാബികൾ വഴി ഖുർആന്റെ വിശ്വാസത്തെ ക്രോഡീകരണത്തിൽ സംശയം ജനിപ്പിക്കാനുള്ള അവരുടെ ഒരു തന്ത്രമാണ്. ഈ സ്വഹാബികളെയും താബികളെയും ഒക്കെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമോ? സ്വഹാബികളെയും താബികളും വഴിയാണല്ലോ നമുക്ക് ഈ ഹദീസുകളൊക്കെ ലഭിച്ചത്. ഇവരൊക്കെ ഇങ്ങനെ പകർന്നു വന്ന ഹദീസുകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്നാണ്. വിശുദ്ധ ഖുർആൻ തന്നെ സ്വീകരിക്കുന്ന ആളുകൾ, മുസ്ലിം ലോകത്തു നിന്നുള്ള ആളുകൾ തന്നെ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നതായി കാണാൻ കഴിയും. ഇന്നത്തെ കാലത്ത് ചേകന്നൂരടക്കമുള്ള ആളുകൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്ന ആളുകളാണ്. നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് ഖുർആൻ പകർന്നു നൽകിയ അതേ സ്വഹാബികളും അതേ താബികളുമാണ് നമുക്ക് എന്ത് ചെയ്തത്? ഈ ഹദീസുകളും പകർന്നു നൽകിയതെന്നാണ്. ഖുർആന്റെ സനദ് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഖുർആന്റെ സനദ് നമ്മൾ ഓരോ ഖുർആനും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാൻ കഴിയും. അതിന്റെ ഫോട്ടോ നമുക്ക് കാണാൻ കഴിയും. അതിലാദ്യം അതിന്റെ സനദ് വിശദീകരിക്കുന്നത് കാണാൻ കഴിയും. ഇമാം ഹഫ്സിന്റെ റിവായത്ത് ഉള്ള മുസ്ഹഫ് ആയതുകൊണ്ട് തന്നെ ഇമാം ഹഫ്സ് മുതൽ തുടങ്ങി അവസാനം ഉബയ്യ് ഇബ്നു കഅബ് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ എത്തുന്ന സനദ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഖുർആന് സനദുള്ള ആ സനദിൽ ആരൊക്കെയാണോ വന്നിട്ടുള്ള അതേ സ്വഹാബികളും താബികളും തന്നെയാണ് ഹദീസുകളും സംരക്ഷിച്ചത്. ഇസ്ലാമിക പ്രമാണങ്ങളുടെ സംരക്ഷണ ആ ക്രോഡീകരണ പരമ്പരയിൽ ഉള്ളത് ഒരേ ആളുകളാണ്. അപ്പോൾ ഒന്നു മാത്രം സ്വീകരിക്കുകയും മറ്റേതിനെ തള്ളിക്കളയുകയും ചെയ്യുന്നത് അത് ന്യായമായൊരു വാദമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇസ്ലാമിക സമൂഹത്തിന്റെ അഭിമാനമാണ് ഈ ഒരു ഹദീസുകൾ എന്നതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. വളരെ കുറ്റമറ്റ പരമ്പരയിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലം മുതൽക്കേ സംരക്ഷിക്കപ്പെട്ട രേഖകൾ, ഇങ്ങനെ ഒരു ഹദീസുകൾ പോലെ ഒരു രേഖ, ഇങ്ങനെ ഒരു സംഭവം ഈ ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു സമൂഹത്തിൽ സ്വന്തം മതത്തിന്റെ പ്രമാണങ്ങൾ വളരെ കൃത്യമായി ആ പ്രവാചകൻ വരെ ഒരൊറ്റ ഹദീസെങ്കിലും ഇന്ന് ഇവിടെ നിൽക്കുന്ന ആൾ മുതൽ പ്രവാചകൻ വരെ എത്തുന്ന പരമ്പര, കണ്ണിമുറിയാത്ത പരമ്പര അവകാശപ്പെടാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വിജ്ഞാന ശാഖ, ഒരു മതത്തിന്റെ പ്രമാണം ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിക ലോകത്തെ ഖുർആനും ഹദീസുകളും മാത്രമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഹദീസുകളെ കുറിച്ചുള്ള ഇസ്ലാമിക സമൂഹം എന്ന നിലക്ക് ഹദീസുകൾ നമ്മുടെ അഭിമാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഹദീസ് ക്രോഡീകരണ രംഗത്തെ പ്രധാനപ്പെട്ട വിമർശനങ്ങളെ പരിചയപ്പെടുത്തുന്ന വിമർശനങ്ങൾക്കെതിരെയുള്ള ബാലിശമായ വിമർശനങ്ങൾ, വളരെ പൊള്ളയായ വിമർശനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ സ്വഹാബികൾ മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലം മുതൽ ക്രോഡീകരിക്കപ്പെട്ട ഹദീസിന്റെ ക്രോഡീകരണത്തിൽ യാതൊരുവിധ
തെറ്റോ അല്ലെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമോ നമുക്ക് കാണാൻ കഴിയില്ല. ഇമാം ബുഖാരിയെ പോലുള്ള വലിയ പണ്ഡിതന്മാരല്ല, അല്ലെങ്കിൽ ഇമാം സുഹരിയെ പോലുള്ള പണ്ഡിതന്മാരല്ല ആദ്യമായി ഹദീസ് ക്രോഡീകരിച്ചത്. ആദ്യമായി ഹദീസ് ക്രോഡീകരിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസ് പറയുമ്പോൾ അതേ സ്പോട്ടിൽ തന്നെ എഴുതിയെടുത്ത സ്വഹാബികൾ മുതലാണ് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട് തുടങ്ങിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എഴുത്തു രൂപത്തിൽ ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന വാദം അവിടെ വളരെ കൃത്യമായി പൊളിയുന്നതായി നമുക്ക് കാണാൻ കഴിയും. ജസാക്കുമുല്ലാഹു ഖൈറ. നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു സെഷൻ, ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.